നമ്മുടെ ആക്ടർ ബാല പൊട്ടൻ ലോക പൊട്ടനാ. പുള്ളി പൊട്ടന എന്നല്ല ഞാൻ പറഞ്ഞത്. പുള്ളി ഇങ്ങനത്തെ കുറേ ഡയലോഗ്സൊക്കെ അടിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊട്ടനാ എന്ന് പറഞ്ഞ ഡയലോഗാണ്. പുള്ളിയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനു മുമ്പ് സംഭവിച്ചതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളീസ് നമ്മളെല്ലാവരും കണ്ടതും കേട്ടതും ഒക്കെയാണ്. പുള്ളിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയില്ല. അത് പുള്ളി ഓപ്പണായിട്ട് പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതോ പുള്ളിയുടെ വൈഫ് ഓപ്പണായിട്ട് പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പക്ഷേ പുള്ളിയുടെ മോള് പാപ്പു വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. അതിനകത്ത് എനിക്ക് യോജിപ്പില്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ. പാപ്പു ആ കൊച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇയാൾ വന്ന് തല്ലുമായിരുന്നു, കൊച്ചിൻ്റെ അമ്മയും തല്ലുമായിരുന്നു, കൊച്ചിൻ്റെ അമ്മയെ തല്ലുമായിരുന്നു, കൊച്ചിന് നേരെ ഒരു കുപ്പി എങ്ങാണ്ട് എടുത്തെറിഞ്ഞു, അത് അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് പിടിച്ചു എന്നാണ്. പക്ഷേ ഈ കൊച്ച് പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പോൾ കുറേ കാലമായി, 10 കൊല്ലത്തോളം ആയെന്ന് തോന്നുന്നു. 3 വയസ്സുണ്ടായിരുന്നപ്പോൾ എങ്ങാണ്ട് വിട്ടുപോയതെന്നാണ് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല. എന്നാലും ആ ചെറിയ പ്രായത്തിൽ സംഭവിച്ചതൊക്കെ ഓർമ്മ കാണുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ അത് ദൃശ്യം മോഡലിൽ പുള്ളിക്കാരിയുടെ അമ്മ അമൃത സുരേഷ് ഇങ്ങനെ കുത്തിവെച്ച് കൊടുത്തതാണോ എന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. പുള്ളിയുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അമൃത സുരേഷ് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, രാവിലെ 5:30 ഇതാണെന്നൊക്കെ പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഇയാളാണ് ഇതിന് തീയിട്ട് കൊടുക്കുന്നത്, ഇതിന് എണ്ണ ഒഴിക്കുന്നത്, ഈ തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന ഇയാളാണ്, ബാല കുറച്ച് ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ചെയ്ത് അത് വൈറലായി. പിന്നെ വെറൈറ്റി മീഡിയയിൽ എങ്ങാണ്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്ത് അത് ഭയങ്കര വൈറലാണ്. അതെല്ലാവരും കണ്ടു കാണും. അതിനകത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു തന്തയ്ക്ക് മോളുടെ കൂടെ കഴിയാനുള്ള അവകാശമില്ലേ, ആ ഒരു അവകാശം ദൈവത്തിന് പോലും നിഷേധിക്കാൻ പറ്റില്ല, പിന്നെ അത് ഏത് മതത്തിലും നിഷേധിക്കാൻ പറ്റില്ല, ഇതാ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഒരു തമിഴ് സ്ലാങ്ങും കൂടെ കൂട്ടിച്ചേർത്ത് പുള്ളി വെച്ചടിച്ച് കയറി വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ അമ്മയും മോളും അമ്മൂമ്മയും ഒക്കെ സംസാരിച്ച് അങ്ങനെ മോള് ആകെ ഡെസ്പായിട്ട് ഇട്ട വീഡിയോ ആണെന്നാണ് എനിക്കൊരു തോന്നുന്നത്. കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചു വന്നിട്ട് ഇത്രയും ഒരു മെൻ്റലി ഡൗൺ ആയിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ ആരായാലും ആ കൊച്ചിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഇന്നലെ ഒരു വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അപ്പോൾ ബാലൻ ചേട്ടൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഞാനങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്തു, പക്ഷേ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആരും പറഞ്ഞിട്ടല്ല, എനിക്കിത് കാണുമ്പോൾ ആകെ കഷ്ടം തോന്നുന്നു, ഇതാണെന്നൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ 10 പേര് ചേർന്നിട്ട് ഒരുത്തൻ കള്ളനാ ഒരുത്തൻ ഭ്രാന്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാണല്ലോ. അങ്ങനെയാണ് നമ്മുടെ സമൂഹം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു ചെറ്റയാണോ അതോ നല്ലവനെ പോലെ അഭിനയിക്കുകയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടു, നിനക്കെല്ലാം എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ മോളെ, എന്നൊക്കെ പറഞ്ഞിട്ട്, നീ വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്, ഞാൻ വയ്യാണ്ട് കിടക്കായിരുന്നല്ലോ, ആ സമയത്ത് നീ വന്നിട്ട് ഐ ലവ് യു ഡാഡി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ച കൊണ്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നത്. ഒരു അച്ഛൻ ഒരിക്കലും മോളുടെ കൂടെ തർക്കിക്കാൻ പാടില്ല, മോളുടെ അടുത്ത് തർക്കിക്കുകയാണെങ്കിൽ അയാൾ ആണേയല്ല, ഇങ്ങനെ ഒരേ മാസ് ഡയലോഗൊക്കെ പുള്ളി എവിടുന്നാണെന്നറിയില്ല. പുള്ളി തട്ടി വരുന്നതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ അതോ ഇനി സിനിമ ഫീൽഡിലുള്ളതുകൊണ്ട് അങ്ങനത്തെ കുറേ ഡയലോഗ്സൊക്കെ പഠിച്ചു വെച്ച് ഇങ്ങനെ പറയുന്നതാണോ എന്നറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഇയാളുടെ വീഡിയോ കാണുമ്പോഴും നമുക്ക് ആകെ ടച്ചിങ് ആണ്. അപ്പോൾ ഇതിൽ സത്യം പറയുന്നത്, ഞാൻ ആ കൊച്ചിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ഞാൻ ഇപ്പോൾ അമ്മയുടെ കാര്യം നമുക്കറിയില്ല, അവരൊരു സ്ത്രീയാണ്, സ്ത്രീയും പുരുഷനും സമമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു കള്ളം പറയാനും സ്ത്രീക്കും പുരുഷനും ഈക്വലായിട്ട് പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ, കൊച്ചിനെ പക്ഷേ കുറച്ച് പ്രായമായിട്ടുണ്ട്, തീരെ ചെറിയ കൊച്ചൊന്നല്ല, കുറച്ച് കള്ളങ്ങളൊക്കെ പറയുമായിരിക്കും. എന്നാലും ഇത് കാണുമ്പോൾ ആ കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് കള്ളമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ പുള്ളി അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് വന്നിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഈ പടം ഞാൻ വെച്ചിരിക്കുന്നത് റിയാക്ഷൻ ആ വീഡിയോയിൽ നിന്നാണ്. അതാണേലും ഒരു ഫാമിലി മാറ്റർ എടുത്ത് ഇങ്ങനെ റോഡിലിട്ടിട്ട് ഇതിങ്ങനെ ചരച്ച് പല ആൾക്കാരും പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെകുത്താനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ചെകുത്താൻ ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ്ടര കാര്യത്തിൽ എന്തൊരു താല്പര്യം എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ അശ്വന് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ചെകുത്താൻ ചെറിയൊരു ഗ്രഡ്ജുള്ള ആളാണല്ലോ. ബാല ചെകുത്താൻ്റെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ്. അപ്പോൾ അതെന്താണേലും അങ്ങനെ പോട്ടെ. പക്ഷേ ഈ കൊച്ചിൻ്റെ കാര്യം കഷ്ടമാണ്. കൊച്ച് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ, ഫുള്ളായിട്ട് സത്യമാണെങ്കിൽ വളരെയധികം
ലജ്ജിക്കേണ്ടിയിരിക്കുന്നു, ബാലയും ബാലയുടെ വൈഫും. കാരണം അവർ രണ്ടുപേരും റെസ്പോൺസിബിളാണ് എന്നേ ഞാൻ പറയുള്ളൂ. ബാലയാണ് കൂടുതൽ റെസ്പോൺസിബിൾ. കാരണം പുള്ളി ഒരു ആൽക്കഹോളിക്കായിരുന്നു എന്നുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. അത് പിന്നെ പ്രൂഫുണ്ടല്ലോ, പുള്ളിയുടെ ലിവർ അടിച്ചു പോയതാണല്ലോ. കള്ളു കുടിക്കാത്തവർക്ക് ലിവർ പ്രോബ്ലം വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്താണെങ്കിലും അതൊരു പ്രൂഫാണ്. പക്ഷേ അത് നോക്കാം നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത്. കൊച്ചു നന്നായിട്ട് ജീവിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇയാളുടെയൊക്കെ ജീവിതം കഴിഞ്ഞു, അയാളൊക്കെ പൊക്കോട്ടെ. പക്ഷേ ഇമാതിരി ആൾക്കാരാണ് പന പോലെ വളർത്തുക എന്ന് പറയുന്നത്. ഇയാൾ ദുഷ്ടനാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ദുഷ്ടനല്ല എന്ന് ഇയാൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ആ കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. ഭയങ്കര ഓപ്പണായിട്ടാണ് പറയുന്നത് കൊച്ച് പറയുന്നത്. എനിക്ക് കാണണ്ട, എനിക്ക് എൻ്റെ ഫാദർ നിങ്ങളെ എനിക്ക് കാണണ്ട. അപ്പോൾ അത് വന്നിട്ട് അത് ഒരു പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. മൈ ഫാദർ എന്ന് പറഞ്ഞു, അത് ഐ എം റിയലി താങ്ക്ഫുൾ എന്നുള്ള രീതിയിൽ താങ്ക് യു എന്നുള്ള ഒരു നമ്പറൊക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് നമ്പറാണെന്ന് നമുക്കറിയില്ല. ആണെങ്കിലും കഷ്ടമാണ്. ഇതുപോലെ ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിൽ ഈ ബ്രോക്കൺ മാരേജസ് കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് പിള്ളേരുണ്ട്. കാശുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ അത് കിട്ടിയില്ലെങ്കിൽ ആ കൊച്ചും ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറാനുള്ള സാധ്യതയാണ്. കാരണം അവരുടെ അമ്മയും അമ്മൂമ്മയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഈ അപ്പൻ്റെ കാര്യം പറയുമ്പോൾ സ്കൂളിലെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ കൊച്ച്. സ്കൂളിലൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വടക്കുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിൻ്റെ അച്ഛൻ്റെ കാര്യം ആദ്യം പോയി നിൻ്റെ അച്ഛനെ നന്നാക്കടി എന്നുള്ള ഡയലോഗ്സൊക്കെ കുറേ പൊട്ടപ്പിള്ളേരുണ്ടല്ലോ, തെണ്ടികളൊക്കെ അങ്ങനത്തെ ഡയലോഗ്സൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ അത് എടാ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. പക്ഷേ പോടാ പൊടി എന്ന് ആ സമയത്തിൽ ആ കൊച്ചിന് പറയാനുള്ള ഒരു മനസ്സിന് കട്ടി എന്ന് പറയുന്നത് അത് വരാൻ കുറച്ച് പാടാണ്. അത് ജീവിതത്തിൽ ആ കൊച്ചിനങ്ങനെ മനക്കട്ടി ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്, ഇനി ജീവിതം ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കാരണം ആ കൊച്ച് ഡെസ്പടിച്ച് ഇങ്ങനെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം, തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പോകാം. അങ്ങനെയൊന്നും പോകാതിരിക്കട്ടെ. ആ കൊച്ചിന് മനധൈര്യം ദൈവം കൊടുക്കട്ടെ. ദൈവത്തോട് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ചില ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ പറയും ഇയാളെന്താ പൊട്ടനാണെന്ന്. പക്ഷേ ആരുമില്ലാത്തവർക്ക് വേറെ ആരാ ഉള്ളതല്ലേ? അതാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് അമ്മ ബിസിയാണ്. അമ്മൂമ്മ എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാൻ അതൊക്കെ ദൈവത്തിൻ്റെ അതൊക്കെ ടൈമാണ്, അതൊക്കെ ഡെസ്റ്റിനി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും എന്തോ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ വിശ്വാസം.